ഡേ 1 നമ്മളാകെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കുന്നുള്ളൂ. ആകെ 10-11 ക്വസ്റ്റ്യനുള്ളൂ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ആൻസറാണ് രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് മൗലിക അവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണ്? ചൈനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് കുറിച്യർ കലാപം നടന്ന വർഷം ഏതായിരുന്നു? 1812. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ള നദി ഏതായിരുന്നു? പെരിയാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് വൈകുണ്ഠസ്വാമികളുടെ ജനനം എന്നായിരുന്നു. അത് നമ്മൾ മാസം ഡേറ്റും അടക്കം പഠിക്കണം. 1809 മാർച്ച് 12 ആയിരുന്നു വൈകുണ്ഠസ്വാമികളുടെ ജനനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ജീവകം A, D, E, K. ഈ 4 ജീവകങ്ങളാണ് കൊഴുപ്പിൽ ലയിക്കുന്നത് A, D, E, K. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആവർത്തന പട്ടികയിൽ ആദ്യത്തെ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ആവർത്തന പട്ടിക തന്നെയാണ് ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നതും. ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് പ്രാചീന ശിലായുഗ കേന്ദ്രമായ ഭീംപേട്ട ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? ആൻസറാണ് മധ്യപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ കായിക മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമുണ്ട്. അതാണ് GV രാജ പുരസ്കാരം. ആ GV രാജ പുരസ്കാരത്തിന് സമ്മാന തുക എത്ര ലക്ഷം രൂപയായിട്ടാണ് വരുന്നത്? 3 ലക്ഷം രൂപയാണ് വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ള 11 ക്വസ്റ്റ്യൻസും എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക. അതിന് ശേഷം നമുക്ക് നാളെ അതിൻ്റെ പോൾ നടത്താം കേട്ടോ.